ഏതാണ്ട് 30,000-ഓളം കുട്ടികൾ +2 അഡ്മിഷൻ കിട്ടാതെ മലബാർ ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത്. കാര്യം മന്ത്രി വി ശിവൻകുട്ടിയോടൊക്കെ നേരിട്ട് ഞാൻ ഈ പറഞ്ഞിരുന്നു ഈ കാര്യം. വളരെ ഗൗരവമായ ഇഷ്യൂ ആണ്, കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണം. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് ഒരു കുട്ടി അഡ്മിഷൻ കിട്ടാതെ പോകില്ല എന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ മലബാറിലെ ഏറ്റവും വലിയ +1 പ്രവേശനത്തിൻ്റെ പ്രതിസന്ധി പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിന് പരിഹാരമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു. ഞാൻ MES സെൻട്രൽ സ്കൂൾ തിരൂരിന്റെ ചെയർമാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ +1 +2 ഈ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടുന്ന ഒരു ഫോർമുല മുന്നോട്ട് വെക്കാനുണ്ട് സാർ. മന്ത്രി ശിവൻകുട്ടിനോട് നിങ്ങൾ പറയണം സാർ. ഇവിടെയുള്ള ഇതാ സാർ, ഇതപ്പോ പറഞ്ഞുതരാം. പ്രൈവറ്റ് സ്കൂളുകൾ കേരളത്തിൽ നിറയുണ്ട്. ഗവൺമെന്റ് അവർക്ക് ഒരു സ്പെഷ്യൽ എയ്ഡ് കൊടുക്കുക. ഈ കുട്ടികളെ മുഴുവൻ +1 +2 ഒരു പ്രത്യേക പാക്കേജോടുകൂടി പ്രൈവറ്റ് സ്കൂളുകളിൽ, അതായത് ഒരിക്കലും അല്ല. കാരണം അവർക്ക് അഡ്മിഷൻ കിട്ടാതെ പുറത്തിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. പ്രതിസന്ധി പരിഹരിക്കാൻ നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ, നമുക്ക് ആ +1 പ്രതിസന്ധിയുടെ ആ റിപ്പോർട്ട് പ്രേക്ഷകരൊന്ന് കാണണം. ഗുരുതരമായ പ്രശ്നമാണ്. ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ച് ഒരുമിച്ചിരുന്ന് പരീക്ഷ എഴുതി മികച്ച വിജയം സ്വന്തമാക്കിയ സുഹൃത്തുക്കൾ ഇന്ന് 2 തട്ടിലാണ്. ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം ലഭിച്ചു. എന്നാൽ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ പുറത്താണ്. കാരണം പരീക്ഷ എഴുതി വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനം സാധ്യമാക്കാൻ നിലവിൽ മലബാർ മേഖലകളിൽ സീറ്റില്ല. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അപ്പോഴും ആവർത്തിക്കുന്നത് സംസ്ഥാനത്ത് സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നാണ്. എന്നാൽ സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ജില്ലയിലെ 82,446 അപേക്ഷകരിൽ 50,964 പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. 31,482 വിദ്യാർത്ഥികൾ ഇപ്പോഴും അവസരത്തിനായി കാത്തു നിൽക്കുകയാണ്. ജില്ലയിലെ 50,080 മെറിറ്റ് സീറ്റുകളിൽ 44,254 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. മെറിറ്റിൽ ശേഷിക്കുന്നത് 5,826 സീറ്റുകൾ മാത്രം. കമ്മ്യൂണിറ്റി, സ്പോർട്സ്, MRS കോട്ടകളിലേക്കായുള്ള 5,049 സീറ്റുകളിൽ 4,003 പേർ പ്രവേശനം നേടി. ശേഷിക്കുന്നത് 1,046 സീറ്റുകൾ. ജില്ലയിലെ ആകെയുള്ള 5,091 മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് 1,757 പേർ പ്രവേശനം നേടി. ഇനി ശേഷിക്കുന്നത് 3,334 സീറ്റുകൾ. അവസരത്തിനായി കാത്തിരിക്കുന്ന 31,482 വിദ്യാർത്ഥികളെ ഈ മുഴുവൻ ഒഴിവുകളിലേക്ക് പരിഗണിച്ചാലും 21,276 വിദ്യാർത്ഥികൾ അപ്പോഴും പുറത്താകും. ബാക്കിയുള്ളവരുടെ ഏക ആശ്രയം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. 24 മലപ്പുറം.